വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ രാഘവൻ നായരോട് സുസ്മിതയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം പ്രീതിക്കും അർജുനും കൂടി ഒരു കുഞ്ഞു പിറന്നു, അതിൻ്റെ സന്തോഷത്തിലാണ് ഈ വീട് മുഴുവൻ എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ കുഞ്ഞോ അത് അബോർഷനായി പോയില്ലേ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അന്ന് ഇരട്ട കുട്ടികളായിരുന്നു, ഒന്നേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ഒന്നിനെ ഇപ്പോൾ കൊണ്ടുവരും നമ്മുടെ പിൻഗാമി എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ആകെ ഒരു സന്തോഷത്തിലാണ്. തുടർന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അത് ഇവിടെ ആരോടും പറഞ്ഞില്ലല്ലോ, അത് മോശമായി പോയിന്ന്. നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, ആരോടും പറഞ്ഞില്ല എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? വേണ്ടപ്പെട്ടവരെ എല്ലാം അറിയിക്കുകയൊക്കെ ചെയ്തു, പിന്നെ ചെണ്ട കൊട്ടി നാട് മുഴുവൻ അറിയിച്ചില്ല എന്നേ ഉള്ളൂ എന്ന് രാഘവൻ നായർ പറയുമ്പോൾ, എന്നാലും ഭാമാൻ്റിയോട് പറയാതിരുന്നത് മോശമായി പോയി എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഭാമയോട് പറഞ്ഞാൽ ഈ വീട്ടിൽ കുടിയേറി പാർത്തിരിക്കുന്ന ഒരു പൂതന ആ കുഞ്ഞിനെ കൊന്ന് രക്തം കുടിച്ചാലോ, അത് കണ്ട് പേടിച്ചിട്ടാണ് നമ്മൾ പറയാതിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെയാണ് ആ രാഘവൻ നായർ പറഞ്ഞത്, ആ പൂതന എന്ന് പറഞ്ഞത് സുസ്മിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സുസ്മിത പറയുകയാണ്, പാവം മംഗളെ, ഭാമാൻ്റി അങ്ങനെയൊന്നും പറയല്ലെന്ന്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, സുസ്മിതയെ, ഈ സത്യം എന്ന് പറയുന്നത് സൂര്യനെ പോലെ ഉദിച്ച് നിൽക്കുക തന്നെ ചെയ്യും, അതിനെ ഇപ്പം മറയ്ക്കാനൊന്നും സാധിക്കില്ല. എൻ്റെ പേരക്കുട്ടി ജനിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ഈ വീട് മുഴുവൻ സന്തോഷത്തിലായിരുന്നു, കൊട്ടും കുരവയും പാട്ടും ഒക്കെ ആയിട്ട് അതിനെ വരവേൽക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയതാണ്. പക്ഷേ വിധിയെ തടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതിനെ കൊന്നവൾ ഇപ്പോഴും സ്വതന്ത്രമായിട്ട് നടക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെയാണ് പറയുന്നതെന്ന്. അന്നേരം സുസ്മിത പറയുകയാണ്, വസുമതി ആൻറ്റിയല്ലേ, ഉറപ്പായും ശിക്ഷ കിട്ടുമെന്ന്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും, പക്ഷേ അത് മറയ്ക്കാനൊന്നും നീ നോക്കണ്ട, ഇപ്പോൾ ശിക്ഷ കുറേശ്ശെ കിട്ടി തുടങ്ങി, കാലമൊന്നും നാളത്തേക്ക് കരുതി വെക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, സുസ്മിത മനസ്സിലങ്ങ് ചിന്തിക്കുകയാണ്, ഇത് ഞാൻ നേരത്തെ അറിയാതിരുന്നത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ശാലിനി ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ പോലുള്ള വിഗ്രഹം വെക്കാമെന്ന് പ്രീതിയോട് പറയുന്ന സുസ്മിത ഓർക്കുന്നുണ്ട്. എന്നിട്ട് സുസ്മിത ചിന്തിക്കുകയാണ്, ഇത് ഞാൻ നേരത്തെ ഭാമാൻ്റിയെ അറിയിക്കേണ്ടതായിരുന്നു, എങ്കിൽ ശാലിനിയെയും പ്രീതിയെയും എല്ലാവരെയും ഇവിടെ നിന്ന് എനിക്ക് പുറത്താക്കാമായിരുന്നു, പിന്നെ എനിക്ക് വീണ്ടും എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ കിട്ടുമായിരുന്നു എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ രാഘവൻ നായർക്ക് സുസ്മിതയുടെ നിപ്പ് കണ്ടിട്ട് സുസ്മിത എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. തുടർന്ന് ഇങ്ങനെ ആലോചനയിൽ നിന്നും ഞെട്ടി ഉണർന്ന് സുസ്മിത ചോദിക്കുകയാണ്, എന്താ പറഞ്ഞതെന്ന്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, നിന്റെ തലമണ്ടയിൽ കൂടി ഇപ്പോൾ ഏത് ട്രെയിനാണ് ചീറിപ്പാഞ്ഞ് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കബഡി നിരത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. പിന്നെ ഞാൻ ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ എന്ന്, പ്രസന്നതയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ മുഖത്ത് ഭയങ്കര പ്രസന്നതയാണ്, പക്ഷേ ഉള്ളിലുള്ളത് പുറത്ത് വരില്ല എന്നേ ഉള്ളൂ അങ്കിളെന്ന് സുസ്മിത പറയുമ്പോൾ രാഘവൻ നായർ അത് ശരിവയ്ക്കുകയാണ്. അത് നല്ലത് തന്നെയാണ്, നിൻ്റെ ഉള്ളിലുള്ളതൊന്നും പുറത്തേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിനക്ക് പ്രസന്നതയുണ്ടെന്നല്ലേ പറഞ്ഞത്, എങ്കിൽ പിന്നെ ഇതാ ഈ പൂവൊക്കെ കൊണ്ടുപോയി വീട് അലങ്കരിക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീൽ ചെയറിലിരിക്കുന്ന ഒരു ഹാരവും കുറേ പൂക്കളും എടുത്ത് സുസ്മിതയുടെ മുകളിൽ ദേഹത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം സുസ്മിത ദേഹത്തേക്ക് വന്ന് വീഴുമ്പോൾ സുസ്മിത അത് എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പൊന്നി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ പൊന്നിയുടെ സ്ഥാനത്താണ് തന്നെ കാണുന്നത്, രാഘവൻ നായർ തന്നെ കാണുന്നത് എന്ന് കേൾക്കുമ്പോൾ വീൽ ചെയറോടുകൂടി ഇയാളെ ഒരു തള്ളിയാൽ നാളെ തന്നെ പുലകുള്ളി അടിയന്തരം ആഘോഷിക്കാം എന്നൊക്കെ സുസ്മിത ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ആ കമലം പറഞ്ഞതിലും ഒരു തെറ്റുമില്ല, ഡ്രൈവറുടെ ഭാര്യ അതുപോലെ തന്നെയാണ് ഇപ്പം എന്നെ പൊന്നിയുടെ സ്ഥാനത്തും ഇങ്ങനെ കണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ആ പൂവും ഹാരവും ഒക്കെ ആയിട്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയം അകത്തേക്ക് ചെന്ന സുസ്മിത അങ്ങ് വീടൊക്കെ നോക്കുമ്പോൾ ബലൂണൊക്കെ കെട്ടി അലങ്കരിച്ചിരിക്കുന്നത് കണ്ട് ആകെ അങ്ങ് കലിപ്പിലാണ്. തുടർന്ന് ആ കയ്യിലിരിക്കുന്ന ഹാരം ദൂരത്തേക്ക് വലിച്ചെറിയുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ദേഷ്യം സുസ്മിത പ്രകടിപ്പിക്കുകയാണ്. തുടർന്ന് ഇതേസമയം രാഘവൻ നായരും ആകെ സന്തോഷത്തിലാണ്, തൻ്റെ കൊച്ചുമകൾ വരാൻ പോകുന്നു എന്നതിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അങ്ങ് സന്തോഷവാനാണ് രാഘവൻ നായർ. എന്നിട്ട് പിള്ളയോട് ചോദിക്കുന്നുണ്ട്, പിള്ളേ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായല്ലോ, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല, അവർ പുറപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞു, അവരിപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞ ഫോണിലങ്ങ് സമയം നോക്കി ഇരിക്കുകയാണ്. ഈ സമയത്ത് സത്യഭാമയും വിഷ്ണുവും ശാരദാമ്മയും ശാലിനിയും എല്ലാവരും കൂടി വണ്ടിയിൽ വരികയാണ്. തുടർന്ന് രാഘവൻ നായർ കമലിനോട് പറയാണ്, കമല നീ അകത്തേക്ക് ചെല്ലുക, സുസ്മിതയെ വിളിക്ക്, അവർ വരുമ്പോൾ ആ താലത്തിൽ കുറച്ച് പൂക്കളും എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് സുസ്മിതയെ വിളിക്കാനായിട്ട് കമലൻ അങ്ങ് അകത്തേക്ക് പോകുന്നു. അവരുടെ വണ്ടി മുറ്റത്തേക്കും കയറുകയാണ്.
തുടർന്ന് വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയാണ്. വിഷ്ണു ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചുറ്റും നോക്കിയിട്ട് ശാലിനിയോട് ദേ ഇത് എന്താണെന്നും പറഞ്ഞ് വിഷ്ണു ആകെ സന്തോഷത്തിലാണ്. തുടർന്ന് ശാരദാമ്മയാണ് കുഞ്ഞിനെയും കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. രാഘവൻ നായർ വീൽ ചെയറിൽ കൈയൊക്കെ ഇട്ടടിച്ച് ഇങ്ങ് കൊണ്ടുപോവാ, എൻ്റെ കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുപോകാമെന്ന് സന്തോഷത്തോടു കൂടി പറയുമ്പോൾ ശാരദാമ്മ കുഞ്ഞിനെ കൊണ്ടുവന്ന് രാഘവൻ നായർക്ക് കാണിക്കുകയാണ്. എന്നിട്ട് ദാ രാഘവേട്ടൻ്റെ പേര് കുഞ്ഞ് എന്ന് പറയുമ്പോൾ രാഘവൻ നായർ അങ്ങ് അതീവ സന്തോഷത്തിലാണ്. തുടർന്ന് പ്രീതിയെ പതിയെ കാറിൽ നിന്നും പിടിച്ചിറക്കുകയാണ് ശാലിനി. അന്നേരം കൂടെ ചെന്ന് സത്യഭാമ പിടിക്കുന്നുണ്ട് പ്രീതിയെ നടന്നു വരാൻ സഹായിക്കാനായിട്ട്. തുടർന്ന് വീണ്ടും ശാരദാമ്മ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് സത്യാമ്മയുടെയും രാഘവേട്ടൻ്റെയും പിൻഗാമി എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ തലയിലേക്ക് ഇങ്ങനെ തലോടിയിട്ട് മുത്തശ്ശന് വയ്യാണ്ടായിപ്പോയല്ലോ മോളെ എടുത്തോണ്ട് നടക്കാനായിട്ടെന്ന് പറഞ്ഞ് രാഘവൻ നായർ സങ്കടപ്പെടുന്നുണ്ട്. തുടർന്ന് എല്ലാവരും അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് താലത്തിൽ പൂവൊക്കെ ആയിട്ട് സുസ്മിത ഇറങ്ങി വരുന്നത്. തുടർന്ന് സുസ്മിതയെ കാണുമ്പോൾ എല്ലാവരുടെയും നെറ്റി അങ്ങ് ചുളിക്കുകയാണ്. തുടർന്ന് ആൻറ്റി ഞാനിങ്ങ് പോകുന്നു എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം അത് ഒരു ഓടക്കണക്കിന് കേട്ടതുപോലെ ഭാവിക്കുന്നുണ്ട് സത്യഭാമ. എന്നിട്ട് കുഞ്ഞിനെ അങ്ങ് കൊഞ്ചിക്കുകയാണ്. തുടർന്ന് ആ ഭാമയുടെ ആ ഭാവം കണ്ടിട്ട് വിഷ്ണുവിന് ശാലിനിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് മഹാലക്ഷ്മി സ്തോത്രമൊക്കെ രാഘവൻ നായർ ഇങ്ങനെ നെഞ്ചിട്ട് കൈവച്ച് കുഞ്ഞിനെ നോക്കി പറയുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നീ ജനിച്ചു വീണപ്പോൾ തന്നെ മഹാറാണി, ഞാനാണെങ്കിലോ അഴുക്ക് ചാലിൽ വീണതും എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി നിൽക്കുമ്പോൾ സുസ്മിതയെന്ന് ഭാമ വിളിക്കുകയാണ്. അന്നേരം ഭാഗ്യം ആൻറ്റി എന്നെ മറന്നിട്ടില്ല, എന്താ ആൻറ്റി എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ പോയി ആരതി എടുത്തുകൊണ്ട് വാന്ന് ഭാമ ഇങ്ങനെ പറയുകയാണ്. അതും പ്രസന്നതയോടുകൂടിയൊന്നുമല്ല, ഒരു വേലക്കാരിയോട് പറയുന്നത് പോലെയാണ് ഭാമ പറയുന്നത്. അത് കേൾക്കുമ്പോൾ വിഷ്ണു ശാലിനിക്ക് സന്തോഷമാണ്. വിഷ്ണു അങ്ങ് വാപൊത്തിച്ചിരിക്കുകയാണ്. തുടർന്ന് എനിക്ക് പണി തരാനായിട്ട് തള്ള തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലേ എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരം സുസ്മിതയെ പോയി എടുത്തുകൊണ്ട് വാന്ന് രാഘവൻ നായർ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പോൾ സുസ്മിത കയ്യിലിരുന്ന ആ താലത്തിരുന്ന പൂവൊക്കെ പൊന്നി പോയങ്ങ് വാങ്ങിക്കുകയാണ്. തുടർന്ന് ആരതി എടുക്കാനായിട്ട് ദേഷ്യത്തോടു കൂടി സുസ്മിത അങ്ങ് അകത്തേക്ക് പോകുന്നു. തുടർന്ന് അങ്ങ് കുഞ്ഞിനെ അങ്ങ് കൊഞ്ചിക്കുകയാണ് രാഘവൻ നായർ. എന്നിട്ട് പറയുന്നുണ്ട് ഇത് കാണാനായിട്ട് ഞാൻ എത്ര ആഗ്രഹിച്ചതാണല്ലോ, ദൈവം എനിക്കിതിനുള്ള ഭാഗ്യം തന്നു എന്നൊക്കെ പറഞ്ഞ് സ്വയം പറഞ്ഞതിന് ശേഷം ശാലിനിയെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, മോളിങ്ങോട്ട് അടുത്തേക്ക് വന്നേന്ന്. അന്നേരം ഭാമയുടെ മുഖത്തൊക്കെ അങ്ങ് സന്തോഷമാണ്. എന്നാൽ ശാലിനി പതി അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ സന്തോഷത്തെ കാരണം മോൾ ഒറ്റ ഒരാളാണ്, എങ്ങനെയാ മോളോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എന്നും പറഞ്ഞ് രാഘവൻ നായർക്ക് വാക്ക് കിട്ടുന്നില്ല. അന്നേരം അതൊന്നും വേണ്ട അച്ഛാന്നിങ്ങനെ ശാലിനി അങ്ങ് പറയുകയാണ്. തുടർന്ന് സുസ്മിത ആരതി തട്ടവുമായിട്ട് വരുമ്പോൾ ഭാമ പറയുകയാണ് പ്രീതിക്കും കുഞ്ഞിനും ആരതി ഒഴികെ ആരുടെയും കണ്ണ് തട്ടണ്ടാന്ന്. തുടർന്ന് ശാരദാമ്മ കുഞ്ഞിനെ പ്രീതിയുടെ കയ്യിലേക്ക് ഇതാ മോളെന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. തുടർന്ന് പ്രീതി കുഞ്ഞിനെ വാങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിത വന്ന് അങ്ങ് ആരതി ഒഴിയുന്നുണ്ട്. ഇതേസമയം അങ്ങ് സുസ്മിതയെ അങ്ങ് ദേഷ്യത്തോടു കൂടി വിജയിച്ച ഭാവത്തിൽ പ്രീതി അങ്ങ് നോക്കി നിൽക്കുകയാണ്. അന്നേരം പ്രീതിയുടെ മനസ്സിലൂടെ ഓടുന്നത് അന്ന് വസുമതിയോട് സുസ്മിത പറഞ്ഞ കാര്യങ്ങളാണ്. പായസത്തിൽ വിഷം ചേർത്ത് താനാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്നുള്ള കാര്യം സുസ്മിത വസുമതിയോട് പറഞ്ഞതൊക്കെ പ്രീതിയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടുന്നുണ്ട്. തുടർന്ന് ആരതി ഒഴിയുന്ന സുസ്മിത മനസ്സിൽ കരുതുകയാണ് ജയിച്ചെന്ന് നീ കരുതണ്ടടി എന്ന്. തുടർന്ന് ആ പ്രീതിയും കുഞ്ഞിനെയും ആരതി ഒഴിഞ്ഞു കഴിഞ്ഞ ശേഷം സുസ്മിത ഇങ്ങനെ നിൽക്കുമ്പോൾ ഭാമ പറയുകയാണ് എന്താ സുസ്മിത നീ ഇങ്ങനെ നിൽക്കുന്നത്, ശാരദാമ്മയെ ആരതി ഒഴിയുന്നു. അന്നേരം ആരെ എന്താന്നിങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ സുസ്മിത ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് ശാരദാമ്മയെ നിനക്കെന്താ ചെവി കേൾക്കില്ലേന്നിങ്ങനെ വിഷ്ണു ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് ശരിക്കും ഞാൻ കേട്ടില്ല എന്ന് സുസ്മിത പറയുമ്പോൾ ഇപ്പം കേട്ടല്ലോ അങ്ങോട്ട് ഒഴിയെന്ന് പറഞ്ഞ വിഷ്ണു ഒന്നുകൂടി പറയുമ്പോൾ അന്നേരം ശാരദാമ്മ വേണ്ട അയ്യോ സത്യാമ്മ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് നീങ്ങി നിൽക്കുമെന്നും പറഞ്ഞ് സത്യഭാമ ശാരദാമ്മയെ പിടിച്ച് മുന്നോട്ട് നിർത്തുകയാണ്. തുടർന്ന് സുസ്മിതയുടെ മുമ്പിൽ അങ്ങ് ശാരദാമ്മ അങ്ങ് മടിച്ച് നിൽക്കുമ്പോൾ സുസ്മിത ഓർമ്മിക്കുന്നുണ്ട് അന്നൊരിക്കൽ വളയെടുത്തു എന്നുള്ളൊരു കള്ളക്കഥ ഉണ്ടാക്കി ശാരദാമ്മ അവിടെ നിന്നും അപമാനിച്ചു വിട്ടത് ശാരദാമ്മ ഓർക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുകയാണ് സുസ്മിതയുടെ ചെവിക്ക് മാത്രമല്ല കൈക്കും എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന്. തുടർന്ന് ഞാൻ ചെയ്യുകയാണെന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ ആരതി ഒഴിയുമ്പോൾ സുസ്മിതയും ഓർക്കുകയാണ് അപമാന ഭാരത്താലും മനസ്സ് വെന്ത് നേറി ഒരമ്മ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്, അതിൻ്റെ ഫലം നീ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ ശാരദാമ്മ കണ്ണീരോടുകൂടി പറഞ്ഞിട്ട് പോയത് സുസ്മിത ഓർക്കുകയാണ്. ഇതൊന്ന് സുസ്മിത ഇങ്ങനെ വേണ്ടാതെ ആരതി ഒഴിയുമ്പോൾ എൻ്റെ പൊന്നു സുസ്മിത മനസ്സിൽ നല്ലത് ആലോചിച്ച് വേണമെന്ന് കരുതി അങ്ങോട്ട് ഒഴിയ് എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ അത് കാണാനുമുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു പരിഹസിക്കുന്നുണ്ട് സുസ്മിതയെ.
തുടർന്ന് ശാരദാമ്മയെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് സത്യഭാമ പറയുന്നുണ്ട്, കേട്ടോ രാഘവേട്ട, നമ്മുടെ മോളെയും ഈ കുഞ്ഞിനെയും കിട്ടാനായിട്ട് കാരണം ശാരദാമ്മയാണ്. ഹോസ്പിറ്റലിലേക്ക് പോണ വഴിക്ക് ഒരു പാലത്തിൻ്റെ അവിടെ വെച്ച് പ്രീതിക്ക് പ്രസവവേദന വന്നു. ഈ ശാരദാമ്മയാണ് രക്ഷിച്ചത്. ശാരദാമ്മ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കുട്ടിയെ കിട്ടില്ലായിരുന്നു എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ദൈവത്തിൻ്റെ നിയോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ നിമിഷം ശാരദാമ്മ നമുക്ക് ദൈവത്തിന് തുല്യം തന്നെയാണ്. ശാരദാമ്മയും മകളും ഈ വീട്ടിലേക്ക് വന്നത് ഒരു ദൈവനിയോഗം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ അങ്ങ് കൈകൂപ്പി തൊഴുകയാണ് രാഘവൻ നായരെ. അന്നേരം സുസ്മിതയ്ക്ക് ഇതങ്ങോട്ട് പിടിക്കുന്നില്ല. ഓ, ഇതിന് പിന്നിലും ഈ ചായക്കടക്കാരിയാണോ? അന്ന് ആ പാമ്പുകടി ഏറ്റപ്പോൾ ഇവരങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ സുസ്മിത അങ്ങ് ദേഷ്യത്തോടെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇവരെ ആരതി ഒഴിഞ്ഞ് എൻ്റെ കൈ എന്തിനു കൊള്ളാം, വെട്ടിക്കളയണമെന്നൊക്കെ സുസ്മിത ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് കയറിയാം. കുഞ്ഞിനെയും കൊണ്ട് വലതുകാല് വെച്ച് അകത്തേക്ക് കയറുമോളെ എന്ന് പ്രീതിയോട് ഭാമ പറയുകയാണ്. തുടർന്ന് പ്രീതി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറുന്നു. ശാലിനിയും പിന്നെ ശാരദാമ്മയും ഒക്കെ പുറകെ പോവുകയാണ്. തുടർന്ന് ഭാമ സുസ്മിതയോട് പറയുന്നുണ്ട്, ഈ ആരതി തട്ടം അങ്ങ് ഗേറ്റിന് വെളിയിൽ കൊണ്ടുപോയി കളഞ്ഞേരാ, അഴുക്ക് ദോഷങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ വച്ചേക്കണ്ടെന്ന്. അന്നേരം അത് കേട്ട് രാഘവൻ നായർ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇവളീ വീട് വിട്ടു പോകണം. അന്നേരം ഭാമ അത് കേൾക്കുന്നില്ല. പക്ഷെ അർജുനും കമലനും രമണൻ പിള്ളയും വിഷ്ണുവും ഒക്കെ അത് കേൾക്കുകയാണ്. അന്നേരം എന്താ രാഘവേട്ടൻ പറഞ്ഞത് എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ, അല്ല, സുസ്മിത തന്നെ കൊണ്ടുപോയി കളയട്ടെ എന്ന് പറഞ്ഞതാണെന്ന്. എങ്കിൽ പെട്ടെന്നാകട്ടെ എന്ന് സുസ്മിതയോട് പറഞ്ഞിട്ട് ഭാമയും അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് കാലിപ്പിൽ നിന്നിട്ട് പൊന്നിയോട് പറയുകയാണ്, പൊന്നി ഇതേ ഇത് കൊണ്ടുപോയി പുറത്തേക്ക് കളയാനായിട്ട്. അന്നേരം പൊന്നിയും അങ്ങ് കട്ടയ്ക്ക് നിൽക്കുകയാണ്. പൊന്നി പറയുന്നുണ്ട്, സുസ്മിതയോട് പറഞ്ഞ പണി സുസ്മിത തന്നെ ചെയ്യുക എന്ന്. അന്നേരം സുസ്മിതയ്ക്ക് ദേഷ്യം വരികയാണ്. സുസ്മിത എന്നോ ഒന്നും പറഞ്ഞിങ്ങനെ കൈ ചൂണ്ടുമ്പോൾ, അല്ല, സുസ്മിതയല്ലേ പറഞ്ഞിട്ടുള്ളൂ കുഞ്ഞ് കൊച്ച് അങ്ങനെയുള്ള ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്ന്. അന്നേരം സുസ്മിതയുടെ കലി അങ്ങ് ഇരട്ടിക്കുകയാണ്. തുടർന്ന് വീണ്ടും പൊന്നി പറയാണ്, പിന്നെ ഇപ്പോൾ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഡി എന്നും പറഞ്ഞ് ഇങ്ങനെ സുസ്മിത പൊന്നിക്ക് നേരെ കൈ ചൂണ്ടുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, സുസ്മിതയെ അത് കൊണ്ടുപോയി കളയുമെന്ന്. തുടർന്ന് വിഷ്ണു അർജുനെ നോക്കി കമലിനും എല്ലാവരും കൂടെ അങ്ങ് ചിരിക്കുകയാണ്. കൊണ്ടുപോയി കളയടി എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോൾ, ആ കളയുക എന്നും പറഞ്ഞ് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി സുസ്മിത അത് കളയാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ സുസ്മിത അത് മുറ്റത്തേക്ക് ഗേറ്റിൻ്റെ വെളിയിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. വിഷ്ണുവിൻ്റെ വണ്ടി കിടന്ന കുറച്ചപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ദേഷ്യത്തോടു കൂടി മുറ്റത്തേക്ക് അതങ്ങ് വലിച്ചെറിയുകയാണ്. തുടർന്ന് എല്ലാവരും ഹാളിലിരിക്കുകയാണ്. രമണൻ പിള്ളയും പൊന്നിയും സുസ്മിതയും മാത്രമാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഇരിക്കുന്നുണ്ട്. ശാലിനി പ്രീതിയുടെ അടുത്ത് തന്നെ കുഞ്ഞിനെ തൊട്ടും തലോടിയൊക്കെ ഇരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, ദൈവം എന്നെ കൈവിട്ടു എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെയും പ്രീതിയും ജീവനോടെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ സംഭവങ്ങളൊക്കെ ഓർത്തങ്ങ് ശാരദാമ്മ നെടുവീർപ്പെടുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, എല്ലാം നല്ലതുപോലെ തന്നെ പര്യവസാനിച്ചല്ലോ എന്നൊക്കെ രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം ശാലിനിയാണ്. എത്രയെത്ര പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഈ കുഞ്ഞിൻ്റെ ജനനം. എല്ലാത്തിൽ നിന്നും ഈ കുഞ്ഞിനെ രക്ഷിച്ചത് ശാലിനിയാണ് എന്നിങ്ങനെ ശാലിനി അങ്ങ് പുകഴ്ത്തി ഭാമ സംസാരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് ദേഷ്യം വരികയാണ്. ആഹാ, ഇപ്പോൾ അങ്ങനെയായോ? ഈ തള്ള ഇവളെ എടുത്ത് മടിയിൽ വെക്കാൻ തുടങ്ങി, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ അങ്ങ് ആലോചിച്ച് നിൽക്കുമ്പോൾ, ഞാനൊരു കാര്യം മറന്നു, ദേ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഭാമ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. സുസ്മിതയുടെ മുമ്പിൽ വെച്ച് ശാലിനി അങ്ങനെ പ്രശംസിച്ച് ഭാമ പറഞ്ഞപ്പോഴൊക്കെ വിഷ്ണു അങ്ങ് അതീവ സന്തോഷത്തിലാണ്. തുടർന്ന് അകത്തേക്ക് പോയ ഭാമ തിരികെ വരികയാണ്. കയ്യിലൊരു താക്കോൽ കൂട്ടവുമുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങ് വന്നേന്ന് വിളിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുമ്പോൾ ചെല്ലുന്നിങ്ങനെ വിഷ്ണു ആംഗ്യം കാണിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി എഴുന്നേറ്റ് ഇങ്ങനെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ താക്കോൽ കൂട്ടം ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് ദാ ഇത് വാങ്ങുമെന്ന് പറയുകയാണ്. അന്നേരം സത്യാമ്മയെന്നും പറഞ്ഞിങ്ങനെ ശാലിനി നോക്കുമ്പോൾ ഭാമ പറയുകയാണ്, ദാ സത്യഭാമയുടെ വീടിൻ്റെ ലോക്കറിൻ്റെ, ബാങ്ക് ലോക്കറിൻ്റെ, പണപ്പെട്ടിയുടെ, എല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാത്തിൻ്റെയും താക്കോൽ കൂട്ടമാണിത്. ഇനി ഇത് നോക്കി നടത്താനുള്ള ഏറ്റവും നല്ല ആള് സത്യഭാമയല്ല, ശാരദാമ്മയുടെ മകൾ ശാലിനിയാണ്. ദാ ഇത് വാങ്ങിക്കുക എന്നിങ്ങനെ പറഞ്ഞ് താക്കോൽ ഇങ്ങനെ വെച്ച് നീട്ടുകയാണ്. അന്നേരം അങ്ങ് വായും പൊളിച്ച് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് വിഷ്ണുവും ശാരദാമ്മയും പ്രീതിക്കും അർജുനും രാഘവൻ നായർക്കും എല്ലാവർക്കും ആ സന്തോഷം പറഞ്ഞറിയിക്കാനേ സാധിക്കുന്നില്ല. പക്ഷെ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് ശാലിനി. തുടർന്ന് ഭാമ വീണ്ടും പറയുകയാണ്, ഈ വീട്ടിൽ ഇനി എന്ത് തീരുമാനം എടുക്കാനുമുള്ള അധികാരവും അവകാശവും ഒക്കെ നിനക്ക് തന്നെയാണ്. വീട്ടിലെ അവസാന വാക്ക് നിന്റെ ആയിരിക്കും. എല്ലാവരും ആ തീരുമാനം അംഗീകരിക്കുക തന്നെ ചെയ്യും, അനുസരിക്കുകയും ചെയ്യും. ഈ ഞാനടക്കം അങ്ങനെ തന്നെ ചെയ്യും എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ അങ്ങ് വായും പൊളിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട്. ശാലിനിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ശാരദാമ്മ അങ്ങ് സന്തോഷത്തിൽ വായിൽ കൈയൊക്കെ വയ്ക്കുകയാണ്. തുടർന്ന് ഇതാ വാങ്ങിച്ചോന്ന് വീണ്ടും ഭാമ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. അന്നേരം കണ്ണുകൊണ്ട്
വാങ്ങിച്ചോ എന്നിങ്ങനെ വിഷ്ണുവും പറയുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരും പറയുകയാണ്, വാങ്ങിച്ചോ മോളെ, നിനക്ക് അതിനുള്ള അവകാശവും അധികാരവും അംഗീകാരവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫാമ അത് തരുന്നത്, വാങ്ങിച്ചോ എന്ന് പറയുകയാണ്. തുടർന്ന് ദാന്നും പറഞ്ഞ് ശാലിനിയുടെ കൈ പിടിച്ച് ആ താക്കോൽ കൂട്ടം ശാലിനിയുടെ കയ്യിലേക്ക് ഫാമ വച്ചു കൊടുക്കുകയാണ്. തുടർന്ന് ആ താക്കോലും പിടിച്ചുകൊണ്ട് ശാലിനി ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അത്രയും ആകുമ്പോഴേക്കും എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനിയിപ്പോൾ കഥ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കാം. ഇനിയിപ്പോൾ രോഹിത് വരുമായിരിക്കും. സുസ്മിത പിണങ്ങി വന്നതാണെന്നൊന്നും പറയില്ല. രോഹിത് സുസ്മിതയും കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. ബാക്കിയുള്ള കുഞ്ഞിൻ്റെ വിശേഷങ്ങളും ഒക്കെയുള്ള നല്ല നല്ല എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ റിവ്യൂ എല്ലാവരും കേൾക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.